മൂന്നാർ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ പുണ്യ റംസാൻ മാസത്തിൽ നടത്തിവരുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് 116 പൈസ. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങൾ കൊച്ചി, കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ എന്നിവിടങ്ങളിൽ നിന്നുമായി വ്യാപാരത്തിനായി മൂന്നാറിലെത്തിയ മുസ്ലിം വിശ്വാസികളാണ് അന്നത്തെ കാലത്തെ കൊടുംതണുപ്പിനെ പ്രതിരോധിക്കാൻ ഔഷധക്കഞ്ഞി നോമ്പു തുറക്കായി ഉണ്ടാക്കി തുടങ്ങിയത്. ഇന്ന് ഈ ഔഷധക്കഞ്ഞി കഴിക്കാൻ നാനാജാതി മതസ്ഥർ മൂന്നാർ ജുമാ മസ്ജിദിലെത്തുന്നുണ്ട്. നോമ്പുകാലങ്ങളിൽ മൂന്നാറിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ തണുപ്പ് മാത്രമല്ല, ഒരു നൂറ്റാണ്ടായി തുടർന്നു വരുന്ന അന്നദാനത്തിന്റെ പുണ്യം കൂടിയാണ്. മൂന്നാർ ജുമാ മസ്ജിദിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞി സ്വീകരിക്കാൻ ജാതിമത ഭേദമില്ലാതെ ഓരോ നോമ്പുകാലത്തും വിദൂരങ്ങളിൽ നിന്നുള്ളവർ പോലും എത്തുന്നു. ഉലുവയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത പ്രത്യേക കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് മൂന്നാറിൽ ജുമാ മസ്ജിദ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് കഞ്ഞി വിതരണം. അന്ന് മൂന്നാറിൽ മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു. പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മേഖലയിൽ നിന്നും തമിഴ്നാട്ടിലെ രാജപാളയത്തു നിന്നും മൂന്നാറിലേക്ക് എത്തുന്ന കച്ചവടക്കാരും വാഹനയാത്രക്കാരുമായിരുന്നു ആദ്യകാലത്ത് ഈ ഔഷധക്കഞ്ഞി കഴിച്ചിരുന്നത്. കാലം പിന്നിട്ടപ്പോൾ മൂന്നാറിലെ വ്യാപാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ടതായി. ആദ്യകാലങ്ങളിലൊക്കെ 10-15 പേരെ ഇവിടെ നോമ്പ് കാലങ്ങളിലൂടെ ഉള്ളൂ. അന്നും കഞ്ഞിയുണ്ട്, ഈ നോമ്പ് കഞ്ഞിയുണ്ട്. അതിനുശേഷം ആളുകൾ ഇവിടെ കൂടി, കച്ചവടക്കാരിങ്ങനെ വന്നു, അവരുടെ മക്കളിവിടെ താമസം തുടങ്ങി, ആളുകൾ കൂടി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കഞ്ഞിയുടെ മറ്റ് നോമ്പ് തുറയുടെ വിഷയങ്ങളൊക്കെ അത് വിശാലമായി. അങ്ങനെ ഓരോ റമദാനുകളിലും 300ഓളം ആളുകൾക്ക് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നുണ്ട്. അതിൽ 200ഓളം ആളുകൾ ഇവിടെ തന്നെ ഉള്ളവർ തന്നെയാണ്. ഇവിടെയുള്ള നമ്മുടെ വിശ്വാസി സമൂഹം തന്നെ അത് കഴിക്കാൻ വേണ്ടി 100ഓളം ആളുകൾ നമ്മുടെ ഇതര സമുദായ അംഗങ്ങളാണ്. അവർ വന്ന് ഈ കഞ്ഞി കൊണ്ടുപോകുന്നു. അപ്പോൾ അത് അവരുടെ വീടുകളിലും മറ്റവരുടെ ബന്ധുജനങ്ങൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാറിൻ്റെ ഈ ഔഷധക്കഞ്ഞി എന്ന് പറയുന്ന അതിൻ്റെ പെരുമ വളരെ വലുതാണ്. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്ന് തിരിച്ചു പോകാറുണ്ട്. ഒരു നൂറ്റാണ്ടായി തുടരുന്ന കഞ്ഞി വിതരണം കോവിഡ് കാലത്ത് മാത്രമാണ് മുടങ്ങിയത്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കഞ്ഞി തയ്യാറാക്കൽ തുടങ്ങും. ദിവസവും 300 പേർക്കാണ് കഞ്ഞി തയ്യാറാക്കുക. ഇതിൽ 100-ലേറെ പേർ ഇതര മതവിശ്വാസികളാണെന്ന് കാൽ നൂറ്റാണ്ടായി ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന സിന്താമുദാർ മൈദീൻ പറയുന്നു. വൈകിട്ട് 5 മണിക്ക് മുമ്പ് കഞ്ഞി തയ്യാറാകും. ചീഫ് ഇമാം ആഷിഖ് മൗലവി, ജമാഅത്ത് പ്രസിഡന്റ് ഖാദർ കുഞ്ഞ് റാപ്സി, വൈസ് പ്രസിഡന്റ് കരീം, ജനറൽ സെക്രട്ടറി നസീർ അഹമ്മദ്, മുഹമ്മദ് ഹാറൂൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് മസ്ജിദിൽ നോമ്പുതുറയും മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.